اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ باسم ربك الذي خلق സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങുകയായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി, നബുവത്ത് ലഭിച്ചു. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ചുപോയി. മുത്തുനബിക്ക് പനി വന്നു. കാരണം പരിചയമില്ലാത്ത ഒരാളെയാ കണ്ടത്. എന്താ സംഭവിച്ചതെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. മഹാമഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പുറത്തേക്ക് ജമ്മിലൂനി യാ ഖദീജ ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഓടി വരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. റൂമിനകത്ത് കിടത്തി പുതപ്പിട്ട് മുടി പുതച്ചു കൊടുത്തു. അല്പം ആശ്വാസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരങ്ങൾ ആരാഞ്ഞു. അപ്പൊ ഉണ്ടായ സംഭവങ്ങളെല്ലാം മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ നബുവത്തിന്റെ ആരംഭമായിരുന്നു ഇതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായില്ല. സംഭവിച്ചതെന്തെന്ന് തിരിഞ്ഞില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞത്, അങ്ങ് ഭയപ്പെടേണ്ടതില്ല, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്ന ആളാണല്ലോ, യതീമുകളുടെ സംരക്ഷകനാണല്ലോ, അങ്ങയുടെ റബ്ബ് കൈവിടില്ല. അതുകൊണ്ട് വറഖത്തിന്റെ അടുക്കലേക്ക് പോയി നോക്കാം. ആരാണ് വറഖത്ത്? കഴിഞ്ഞ കാല ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള ആളായിരുന്നു വറഖത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വറഖത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്ത് ധൈര്യവതിയായ പെണ്ണാണ് ഖദീജ. വറഖത്തിന്റെ മുമ്പിലേക്ക് ചെന്നു. വറഖത്തിനോടുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വറഖത്ത് പറഞ്ഞു, അങ്ങ് ഭയപ്പെടേണ്ടതില്ല, ആദന്നാമൂസുല്ലദീ ജാഅ മൂസാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്ന അതേ മാലാഖ തന്നെയാണ് അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അള്ളാഹു അങ്ങയെ ഈ സമുദായത്തിന്റെ അവസാന പ്രവാചകനായി, മനുഷ്യകുലത്തിന്റെ അവസാന പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങയുടെ ജനത പുറത്താക്കും. ഇത് പറഞ്ഞ വറഖത്ത് അടുത്തതായി പറയുന്നത്, അങ്ങേ നാട്ടിൽ നിന്ന് പുറത്താക്കും. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അങ്ങയുടെ കൂടെ അങ്ങയോടൊപ്പം സഹായത്തിനുണ്ടാകുമെന്ന് വറഖത്ത് പറഞ്ഞു വിടുകയാണ് അവരെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ നബുവത്ത് ലഭിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായ പ്രബോധനം ആരംഭിച്ചു. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഏകദേശം 3 വർഷത്തിന് ശേഷം കടന്നു വരുന്നത്. യാ അയ്യുഹൽ മുദ്ദത്തിർ, റസൂലുള്ള ഒരിക്കൽ മക്കയുടെ പ്രാന്ത പ്രദേശത്തു കൂടെ കടന്നു പോകുമ്പോഴാ പെട്ടെന്നൊരു ശബ്ദം കേട്ട് റസൂലുള്ള മേലേക്ക് നോക്കുന്ന സമയം അന്ന് ഇറാ ഗുഹയിൽ കണ്ട പോലെ ഒരു മലക്ക് ആകാശഭൂമികൾക്കിടയിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പേടിച്ചു വീട്ടിലേക്ക് ഓടി പുതപ്പിട്ട് മൂടി പുതച്ചു കടന്നു. അപ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഓ പുതപ്പിട്ട് മൂടി പുതച്ച് കിടക്കുന്നവരെ എഴുന്നേൽക്കൂ. മുതപ്പിട്ട് മൂടി പുതച്ച് കിടക്കേണ്ട ആളല്ല അങ്ങ്. ഖും ഫഅൻദിർ, അങ്ങ് എഴുന്നേറ്റ് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകുക. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. എവിടെയാ ജബൽ അബീ ഖുബൈസ്? പരിശുദ്ധമായ മക്കഅബയുടെ ഓരത്തായി, സഫായുടെ ഓരത്തായി നിൽക്കുന്ന പർവ്വതമാണ് ജബൽ അബീ ഖുബൈസ്. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയാണ്. അബ്ദുമനാഫിന്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ഹാശിമ ഖുറൈശികളെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഓടി വരിക. എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും ഓടിച്ചെന്നു. ശ്രദ്ധിച്ചു, ആരാ വിളിക്കുന്നത്? അമീനാണ്, വിശ്വസ്തനാണ്, അമീനാണ്. ആരും താമസിച്ചില്ല, എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ടാണ് തന്റെ പരസ്യമായ ദൗത്യമാദ്യമായി നിർവഹിക്കുന്നത്. മക്കക്കാരോട് ചോദിച്ചു, അല്ലയോ മക്കക്കാരെ, ഈ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് സർവായുധ വിഭൂഷിതനായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, എന്തിന് വിശ്വസിക്കാതിരിക്കണം മുഹമ്മദേ? നീ ഇന്ന് വരെ ഞങ്ങളോടൊരു കളവ് പറഞ്ഞ ചരിത്രമില്ല, നീ ഒരാളെ വഞ്ചിച്ച ചരിത്രമില്ല, നീ ഒരാൾക്കെതിരെ അതിക്രമം കാണിച്ച ചരിത്രമില്ല. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോഴാ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ടവരോട് പറഞ്ഞത്, സർവായുധ വിഭൂഷിതരായ ഒരു സൈന്യത്തെ കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഅബയിൽ നിങ്ങൾ വെച്ച് ആരാധിക്കുന്ന ബിംബങ്ങളില്ലേ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളില്ലേ, അവയെല്ലാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏകനായ അല്ലാഹുവാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ആ അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദവൻ, നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്. ഈ സത്യം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് പറയേണ്ട താമസം അവിടെ കൂടിയവർ മുഴുവൻ ഇളകി മറിയുകയായി. കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പിതൃവനായിരുന്ന അബൂലഹബ് തന്നെയാ ചോദിച്ചത്, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, നിനക്ക് നാശം വരട്ടെ. റസൂലുള്ളാഹിന്റെ പിതൃവന്റെ ആശംസയായിരുന്നത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അതോടുകൂടെ ആക്ഷേപത്തിന്റെ കുരമ്പുകൾ ശത്രുക്കൾ തൊടുത്തുവിടാൻ തുടങ്ങി. അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചവർ റസൂലുള്ളാഹിനെ കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി. മാരണക്കാരൻ എന്ന് പറഞ്ഞു, വ്യഭിചാരി എന്ന് പറഞ്ഞവർ ആക്ഷേപിക്കാത്ത ആക്ഷേപങ്ങളില്ല. പെണ്ണിനെ, സുന്ദരിയായ പെണ്ണുങ്ങൾ ആഗ്രഹിച്ച മുഹമ്മദ് മക്കയിലെ നേതാവാകാൻ ആഗ്രഹിക്കുന്നതെന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും പരിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹിന്റെ മേൽ അവതീർണമായി കൊണ്ടിരുന്നു. പൂർണ്ണമായും വഴിവിഴച്ചുപോയ ബിംബാരാധകരായിരുന്ന ഒരു ജനസഞ്ചയത്തിലേക്ക് അള്ളാഹുവിന്റെ തൗഹീദുമായി പരിശുദ്ധ ഖുർആൻ ഇറങ്ങി വരുമ്പോ അത് അള്ളാഹുവിന്റെ ജനതയ്ക്ക്, അള്ളാഹുവിന്റെ അടിമകൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമായിരുന്നു മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഖുർആൻ പാരായണം ചെയ്തവരെ അള്ളാഹുവിന്റെ സുന്ദരമായ ദൗത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. മക്കക്കാർ പലപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്തിനേറെ അവർ പറഞ്ഞു, മുഹമ്മദ് ഇന്നഹു മജ്നൂൻ, മുഹമ്മദ് ഭ്രാന്തനാണ് എന്നവർ പറഞ്ഞു. ഭ്രാന്തലകുന്ന സമയത്ത് മുഹമ്മദ് പറയുന്ന വചനങ്ങളാണ് ഖുർആൻ എന്ന് പറഞ്ഞവർ ആക്ഷേപിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെല്ലുവിളിച്ചിട്ട് ചോദിച്ചു, മക്കക്കാരെ, മുഹമ്മദ് ഈ പറയുന്ന വചനങ്ങൾ അത് മുഹമ്മദിന് ഭ്രാന്തലകുന്ന സമയത്ത് പറയുന്ന വചനങ്ങളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരണമെന്നവരോട് പറഞ്ഞു. അവർ ശ്രമിച്ചു നോക്കി, അവർക്ക് കഴിഞ്ഞില്ല. അവനോട് പറഞ്ഞു, വേണ്ട, ഖുർആൻ പോലെ, ഖുർആനിലുള്ളത് പോലെ ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവർ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. ഖുർആന്റെ വെല്ലുവിളിയുടെ ശൈലി മാറ്റിയിട്ട് പറഞ്ഞു, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലി. പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലത്തെ ഇതിലുള്ള ഒരു സൂറത്ത് പോലത്തെ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മക്കക്കാരെ വെല്ലുവിളിച്ചപ്പോഴാ അബൂജഹലും കൂട്ടരും അവരുടെ ദേഷ്യം ആളിക്കത്തിയത് 10 മടങ്ങ് വർദ്ധിച്ചത്. അറബികൾ ചെന്ന അബൂജഹലിനോട് പറഞ്ഞു, ഖുർആൻ പറഞ്ഞത് ഒരു സൂറത്ത്, ഒരു അധ്യായം പോലത്തെ അധ്യായമെങ്കിലും കൊണ്ടുവരാനാ. അതിന് നമ്മൾ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ
അറബികൾ മുഴുവൻ മുഹമ്മദിന്റെ പിന്നാലെ പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ ചെന്ന് അബൂജഹലിനെ വിവരമറിയിച്ചപ്പോഴാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ അബൂജഹൽ അറേബ്യ